കോഴിക്കോട് പേരാമ്പ്രയിൽ UDF CPM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിലും സംഘർഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുകയാണ്. പേരാമ്പ്ര CKJM ഗവൺമെന്റ് കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രശ്നം ഇപ്പോൾ മുതിർന്നവർ ഏറ്റെടുത്തപ്പോൾ ഷാഫി പറമ്പിൽ MPക്ക് അടക്കം പരിക്കേറ്റു. ഇന്നലെ പേരാമ്പ്ര CKJM ഗവൺമെന്റ് കോളേജിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടാണ് സംഘർഷത്തിന്റെ തുടക്കം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം ആദ്യം SFI UDF പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചു. കോളേജിലെ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ ഉൾപ്പെടെ 5 സീറ്റുകളിൽ UDF വിജയിച്ചിരുന്നു. 15 സീറ്റുകളിൽ SFI വിജയിച്ചു. തുടർന്ന് ഇരുഭാഗവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് അത് കയ്യാങ്കളിയിൽ കലാശിക്കുകയും സംഘർഷം പേരാമ്പ്ര ടൗണിലേക്ക് നീളുന്ന സാഹചര്യം ഉണ്ടാവുകയുമായിരുന്നു. തുടർന്ന് UDF DYFI പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഇന്ന് പേരാമ്പ്ര ടൗണിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചിരുന്നു. ഇന്ന് കോഴിക്കോട് പേരാമ്പ്രയിൽ UDF CPM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെയും സംഘർഷമുണ്ടായി. സംഘർഷത്തെ തുടർന്ന് പോലീസ് കണ്ണീർവാതക പ്രയോഗവും ലാത്തിചാർജ് നടത്തി. കണ്ണീർവാതക പ്രയോഗത്തിനിടെയാണ് ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റത്. ലാത്തിചാർജിൽ നിരവധി UDF പ്രവർത്തകർക്കും പരിക്കേറ്റു. CPM UDF പ്രവർത്തകർ മുഖാമുഖം വന്നതോടെയാണ് പോലീസ് ലാത്തി വീശിയത്. പോലീസ് ലാത്തിചാർജിനിടെ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റ സംഭവത്തിൽ വികൃതമായത് പോരാളിയുടേതല്ല, സർക്കാരിന്റെയും പോലീസിന്റെയും മുഖമാണെന്ന് T സിദ്ദിഖ് MLA ആരോപിച്ചു. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ പ്രവർത്തകന്റെ ചിത്രം പങ്കുവച്ചാണ് വിമർശനമുയർത്തിയത്. ഇതിവിടെ തീരില്ലെന്നും ഇത് ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നുവെന്നും വികൃതമായത് സർക്കാരിന്റെയും പോലീസിന്റെയും മുഖമാണെന്നും T സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചു.